ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും ഇലക്ട്രോണിക് പേയ്മെന്റ് സൗകര്യം ഒരുക്കണമെന്നും ഫോൺ നമ്പറുകൾ വഴി ബാങ്ക് ട്രാൻസ്ഫറുകൾ അഭ്യർത്ഥിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക് പേയ്മെന്റ് ഓപ്ഷനുകൾ നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ഉപഭോക്താക്കൾക്ക് തജാവൂബ് പ്ലാറ്റ്ഫോം വഴി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഉപഭോക്താക്കൾക്ക് ഇ പേയ്മെന്റ് സേവനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കട ഉടമകൾക്കായി നിരവധി ബോധവൽക്കരണ പരിപാടികൾ മന്ത്രാലയം നടത്തിയിരുന്നു. ക്രയ വിക്രയ പ്രവർത്തനങ്ങൾ, കസ്റ്റമർ സർവീസ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ എന്നിവ ത്വരിതപ്പെടുത്തുന്നതിന് പുറമെ പണമിടപാടിലെ സുരക്ഷാ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനം കൈവരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പേയ്മെന്റ് സംവിധാനം അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. മോഷണം, വഞ്ചന, വ്യാജ ബില്ലിംഗ് എന്നിവ തടയലും ഇതിന്റെ ലക്ഷ്യങ്ങളാണ്. ഇത് നടപ്പിൽ വരുത്താത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴ അടക്കമുള്ള നടപടികൾ അധികൃതർ എടുക്കുകയും ചെയ്തിരുന്നു. നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് പിഴ അടയ്ക്കേണ്ടി വന്നത്. രാജ്യത്തെ മുഴുവൻ ഗവർണറേറ്റുകളിലും പണരഹിത ഇടപാടുകൾ ഉറപ്പുവരുത്തുന്നതിനായി മന്ത്രാലയം പരിശോധന തുടരുകയാണ്. 2022 മെയ് മാസത്തിലാണ് വിവിധ മേഖലകളിൽ ഇ പേയ്മെന്റ് നിർബന്ധമാക്കിക്കൊണ്ട് മന്ത്രാലയം ഉത്തരവ് പ്രാബല്യത്തിൽ വന്നത്. ഇ പേയ്മെന്റ് സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ 100 റിയാലാണ് പിഴ. ഒമാൻ വിഷൻ 2040 കീഴിലുള്ള ഡിജിറ്റൽ മാറ്റം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണിത്. ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനത്തെ സംബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേകം പോസ്റ്ററോ ബാനറോ വെച്ചിരിക്കണം. അതേസമയം മന്ത്രാലയം നിർദ്ദേശം വന്നതിന് പിന്നാലെ നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾ ഇതിനോടകം ഇ പേയ്മെന്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ഇടപാടുകളും ഇതുവഴി എളുപ്പമാക്കുന്നു. ഫുഡ് സ്റ്റെഫ് സ്ഥാപനങ്ങൾ, സ്വർണം, വെള്ളി വ്യാപാര സ്ഥാപനങ്ങൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ, പച്ചക്കറി, പഴവർഗ്ഗ വ്യാപാര സ്ഥാപനങ്ങൾ, ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ, കെട്ടിട നിർമ്മാണ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, വ്യവസായ മേഖല, കോംപ്ലക്സുകൾ, മാളുകൾ, ഗിഫ്റ്റ് ഇനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയിലാണ് ഇ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയത്. രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ തയ്യൽ കടകളിൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ പരിശോധന. പുരുഷന്മാരുടെ ടൈലറിംഗ് കടകളിലായിരുന്നു പരിശോധന. ഒമാനി വസ്ത്രരീതികളെ വികലമാക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധനകൾ നടന്നത്. ദിഷ്ദാശ തയ്ക്കുമ്പോഴുള്ള മാനദണ്ഡം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തലും പരിശോധനയുടെ ലക്ഷ്യമായിരുന്നു. തെക്കൻ ബാത്തിന, ദാഹിറ, ദാഖ്ലിയ ഗവർണറേറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നു. വരും ദിവസങ്ങളിലും തയ്യൽ കടകളിൽ മന്ത്രാലയത്തിന്റെ പരിശോധനാ വിഭാഗം ഉദ്യോഗസ്ഥരെത്തും. അതേസമയം പെരുന്നാൾ സീസണായതോടെ തുന്നൽ കടകളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. രാത്രിയും പകലും വ്യത്യാസമില്ലാതെയാണ് ജോലി ചെയ്യുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ച് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ അധിക കടകളിലും ഇപ്പോൾ ഓർഡർ എടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. നോമ്പ് പകുതിയാകുന്നതിന് മുമ്പ് തന്നെ പ്രധാന നഗരങ്ങളിലെ ടൈലർ ഷോപ്പുകളിലെല്ലാം തിരക്ക് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഷോപ്പിംഗ് മാളുകളും ഈദ് വിപണിയും ഇക്കുറി നേരത്തെ ഉണർന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്വദേശികളും വിദേശികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് വസ്ത്രം തയ്ക്കാനായി കടകളെ തിരഞ്ഞെടുക്കുന്നത്. തിരക്ക് വർദ്ധിച്ചതോടെ റമളാനിൽ രാത്രി വൈകിയും ജോലി ചെയ്യുകയാണ് തുന്നൽ തൊഴിലാളികൾ. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വസ്ത്രങ്ങൾ തയ്ക്കുന്ന കടകളിൽ ഒരുപോലെയുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. സീസണിൽ പ്രത്യേകമായി ജോലിക്കാരെ നിർത്തിയ കടകളുമുണ്ട്. കേരളത്തിൽ സ്കൂളുകൾക്ക് അവധിക്കാലം ആരംഭിക്കുന്ന മാർച്ച് അവസാനത്തോടെ ഒമാനിലേക്കുള്ള യാത്രക്കായി ടിക്കറ്റ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രവാസി കുടുംബങ്ങൾ. എന്നാൽ സാഹചര്യം മനസ്സിലാക്കി ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിവിധ വിമാന കമ്പനികൾ. നിലവിലെ നിരക്കുകളുടെ 3 ഇരട്ടി അധികം നൽകി വേണം കേരള സെക്ടറുകളിൽ നിന്നും ഒമാനിലെത്താൻ. പെരുന്നാളിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലും പെരുന്നാൾ കഴിഞ്ഞ ശേഷമുള്ള തൊട്ടടുത്ത ദിവസങ്ങളിലുമാണ് ഈ നിരക്ക് വർധനവ്. നിലവിൽ കോഴിക്കോട് നിന്നും മസ്കറ്റിലേക്ക് 49 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. മാർച്ച് അവസാനത്തോടെ ഇത് 88 റിയാൽ മുതൽ 102 റിയാൽ വരെയാകും. കൊച്ചിയിൽ നിന്നും 39 റിയാലിന് ഇപ്പോൾ മസ്കറ്റിലെത്താം. എന്നാൽ റമളാൻ അവസാന ദിവസങ്ങളിൽ ഇത് 80 റിയാലിന് മുകളിലാകും. തിരുവനന്തപുരത്ത് നിന്നുള്ള നിരക്ക് 100 റിയാലിന് മുകളിലെത്തും. കണ്ണൂരിൽ നിന്ന് മാത്രമാണ് നേരിയ കുറവുള്ളത്. 3 അംഗ കുടുംബത്തിന് ഒമാനിലെത്താൻ 50,000-ന് മുകളിൽ ടിക്കറ്റ് ഇനത്തിൽ നൽകണം.
വിസ നിരക്കും മറ്റ് ചെലവുകളും ഇതിന് പുറമെയാണ്. താമസം ഒഴികെയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പാക്കേജുകൾ നൽകുന്ന ട്രാവൽ ഏജൻസികളുമുണ്ട്. ഈ വർഷം മലയാളി കുടുംബങ്ങളുടെ ഗൾഫ് കാണൽ വർദ്ധിക്കാനിടയുള്ളതായി വ്യോമയാന കമ്പനികളും കണക്കുകൂട്ടുന്നു. ഈ ഘട്ടത്തിലാണ് നിരക്കുയർത്തി പരമാവധി പ്രവാസികളെ പിഴിയാൻ വിവിധ വിമാന കമ്പനികൾ ശ്രമിക്കുന്നത്. കേരളത്തിൽ സ്കൂൾ അവധിക്കാലത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഘട്ടത്തിൽ പ്രവാസി കുടുംബങ്ങൾ കൂട്ടത്തോടെ ഗൾഫ് രാജ്യങ്ങളിലെത്തും. മാർച്ച് അവസാന ദിവസങ്ങളിലെത്തുന്ന ചെറിയ പെരുന്നാൾ ആഘോഷം ഒമാനിലാക്കാൻ ഇത്തവണ കൂടുതൽ കുടുംബങ്ങൾ ഒമാനിലുള്ള പ്രവാസികൾക്കരികിലെത്തും. 1 മാസം മുതൽ 3 മാസം വരെയുള്ള സന്ദർശക ടൂറിസ്റ്റ് വിസകളിൽ എത്തുന്നവരാകും കൂടുതലും. ഫാമിലി ജോയിനിങ് വിസയിൽ എത്തുന്നവരുമുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.